മോർണിംഗ് എവ്രി വൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സോ നമ്മൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്, പക്ഷെ ഒന്നിനൊരു കണ്ടിന്യൂറ്റി കിട്ടുന്നില്ല. കുറേ കാലത്തിന് ശേഷം പിന്നെയും തുടങ്ങുന്നതുകൊണ്ടായിരിക്കാം. പിന്നെ മാത്രമല്ല, ഇത്ര കാലം നമ്മളുടെ കോണ്ടന്റ് എന്ന് പറയുന്നത് ട്രാവലിംഗ് ആയിരുന്നു. സോ ഇപ്പം ഞാൻ വിചാരിച്ചു ലൈഫ് സ്റ്റൈൽ കൂടെ ആഡ് ചെയ്താലോ എന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് രാവിലെ എണീറ്റ പാടെ വീഡിയോ എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പം ഇന്ന് എനിക്ക് വോക്കില്ലാത്ത ദിവസമാണ്. ഇന്നലെ എനിക്ക് വർക്ക് ഉണ്ടായിരുന്നു, നാളെ എനിക്ക് വർക്ക് ഉണ്ട്. അപ്പം ഇന്ന് ഞാൻ വിചാരിച്ചു എനിക്ക് ഒരു കാര്യം ചെയ്യണമെന്ന് ഞാൻ കുറച്ചായിട്ട് വിചാരിക്കുന്നുണ്ട്. അതെന്താണെന്ന് നമ്മളെ വീഡിയോ എൻ്റെ ആകുമ്പോഴത്തേനും നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അപ്പം അത് ചെയ്യണം എന്നിങ്ങനെ കരുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അതിലിടക്ക് ഞാൻ രാവിലെ അല്ല 11 മണി ആയിരിക്കും എണീക്കുമ്പോൾ, ബിക്കോസ് ഇന്നലെ രാത്രി 2 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കിടക്കാൻ. സോ ഞാൻ വിചാരിച്ചു എനിക്ക് എത്ര ലേറ്റ് ആയിട്ട് കിടക്കുകയാണെങ്കിലും പ്രശ്നമല്ല. ആൻഡ് ഓൾസോ രാവിലെ എണീക്കുന്നതും വലിയ പ്രശ്നമൊന്നുമില്ല. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എണീക്കും, പക്ഷെ കൂടുതൽ ഇഷ്ടം രാവിലെ കിടന്നുറങ്ങുന്നതാണ്. അപ്പം രാത്രി എത്ര ലേറ്റ് ആയിട്ട് കിടന്നുറങ്ങിയാലും എനിക്ക് 8 മണിക്കൂർ കണ്ടിന്യൂസ് സ്ലീപ്പ് കിട്ടണം. അത് മാത്രമേ ഉള്ളൂ എൻ്റെ ഒരു ഡിമാൻഡ് എന്ന് പറയുന്നത്. എത്ര എന്താണെങ്കിലും ഞാൻ എന്ത് ചെയ്യും, ആ ഒരു കാര്യം മാത്രമേ ഞാൻ കൃത്യമായിട്ട് ശ്രദ്ധിക്കും. 8 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ഉറങ്ങാന്നുള്ളത്. പക്ഷെ ചില ദിവസങ്ങളിൽ വർക്കുള്ള ദിവസമൊക്കെ ആണെങ്കിൽ നമുക്ക് അത് പറ്റാറില്ല. പക്ഷെ മാക്സിമം ഞാനൊരു 85% ലൈഫിൽ ആ ഒരു സംഭവത്തിനോട് ഞാൻ എന്ത് ചെയ്യും, ഓക്കെ ആക്കാറുണ്ട് 8 മണിക്കൂർ കണ്ടിന്യൂസ് സ്ലീപ്പ് എന്നുള്ളത്. പക്ഷെ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മൂലം ഇടയ്ക്കൊക്കെ ചില ടൈമിൽ ഒരു 1 വീക്കൊക്കെ അത് ഫുൾ കയ്യിൽ നിന്ന് പോകാറുണ്ട്. പക്ഷെ ഞാനത് പിന്നെയും തിരിച്ചു പിടിക്കും, അങ്ങനെയാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ബിരിയാണി എത്തിയിട്ടുണ്ട്. ബിരിയാണിയാണ് കഴിക്കുന്നത്. എണീറ്റപ്പോൾ ലേറ്റായി. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള നേരല്ലേ, ഇനി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈം കഴിഞ്ഞു. സോ ലഞ്ചിനുള്ള സമയത്ത് അപ്പോൾ ഞാൻ മീൽസ് ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ ഓൾറെഡി ഒരു 11:45 മണിയാകുമ്പോൾ മീൽസ് റെഡി ആവില്ല. അപ്പം റെഡി ആയിട്ടുണ്ടാവുക പൊറോട്ടയോ അല്ലെങ്കിൽ ബിരിയാണിയോ ആയിരിക്കും റെഡി ഉണ്ടാവുക. അപ്പം ബിരിയാണി മേടിച്ചു. പൊറോട്ടേനേക്കാൾ എനിക്കിഷ്ടം ബിരിയാണിയാണ്. റൈസ് ഐറ്റംസിനോടാണ് കൂടുതലിഷ്ടം. അപ്പം ഇന്നിവിടെ അലക്കാനുള്ളതൊക്കെ കഴിഞ്ഞു, പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. പിന്നെ ഇന്ന് വൈകിട്ട് നമ്മൾ ഒരു കാര്യം ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. ഞാൻ കുറേ കാലമായിട്ട് എനിക്കിഷ്ടമായിരുന്നു വെച്ചാൽ കുറേ കാലമായിട്ട് പ്ലാൻ ചെയ്യുന്നതാണ്. പക്ഷെ എനിക്ക് വേണം നിർബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പം റീസെൻ്റ്ലി ആയിട്ട് എനിക്കത് ചെയ്തേ പറ്റുമെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഒന്ന് ട്രൈ ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങളെ കൂടി അറിയിക്കാൻ വേണ്ടിയിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതൊക്കെയാണ്. നമുക്ക് ബിരിയാണി കഴിക്കാം. ഞാൻ ഇന്നലെ വർക്ക് കഴിഞ്ഞ് വരുമ്പോൾ എൻ്റെ ഫ്രണ്ട്സിനായി കൊണ്ടുവന്ന ഫ്ലവേഴ്സാണ്. നല്ല രസമല്ലേ? എന്നിട്ട് ഇന്നലെ രാത്രി ഞങ്ങൾ ഇത് വെച്ച് 2 മണി വരെ ഉറങ്ങിയില്ല എന്നല്ല, ഇത് വെച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ആ ഫോട്ടോസ് വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മൾ പുതിയ വീടായതുകൊണ്ട് തന്നെ ഇവിടെ ഫർണിച്ചേഴ്സ് ഒന്നുമില്ല. ആകെ ഒരു ടേബിൾ ഉണ്ട്. പക്ഷെ ആ ടേബിളിനാണെങ്കിൽ ചെയറൊന്നുമില്ല. അപ്പോൾ നമ്മൾ ടേബിളിൽ ഇരുന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചാൽ ചെയറില്ലാത്തതുകൊണ്ട് അവിടെ ഇരിക്കാറില്ല. സാധനങ്ങൾ കൊണ്ടുവെക്കാനാണ് ഇപ്പോൾ ആ ടേബിൾ യൂസ് ചെയ്യുന്നത്. പിന്നെ ഉള്ളത് ചെയറെന്ന് പറയാനുള്ളത് ഈ സാധനങ്ങളാണ്. ഈ പെട്ടികൾ ഞങ്ങൾ സാധനങ്ങൾ പാക്ക് ചെയ്യാൻ വേണ്ടി മേടിച്ചതാണ്. അപ്പം നമ്മുടെ ഒരു ഫ്രണ്ട് പോകുന്നുണ്ട്, അവന് പോണ്ടിച്ചേരി കിട്ടിയിട്ട്. അപ്പോൾ അവൻ്റെ ലഗേജസ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിരുന്നു. അപ്പോൾ അത് ഈ പെട്ടികളൊക്കെ ആയിട്ട് പാക്ക് ചെയ്ത് കൊടുക്കും നമ്മൾ. പിന്നെയുള്ള സാധനം എന്ന് പറയുന്നത് ഇതാണ്. ഇത് കുറേ കാലം മുൻപുള്ളതാണ്. പക്ഷേ ഇതുമ്പോൾ ഞങ്ങളിപ്പോൾ എല്ലാവരും കൂടി 3 പേരും കൂടി ഒരു ചേർന്നപ്പോൾ പൊട്ടിയിട്ടുണ്ട് ഗൈസ്. അങ്ങനെ പിന്നെ ഞങ്ങൾക്ക് ഓണർ തന്നിരുന്ന ഒരു ചെയറായിരുന്നു ഇത്. അതായത് ഞങ്ങൾക്ക് ലാപ്പിൽ യൂസ് ചെയ്യേണ്ട ആവശ്യമുള്ളതുകൊണ്ട് ലാപ്പ് യൂസ് ചെയ്യുമ്പോൾ എടുത്തോന്ന് പറഞ്ഞിട്ട് ഒരു പഴയ ചെയർ അവരെ ഗ്യാരേജിൽ നിന്ന് എടുത്ത് തന്നതാണ്. അപ്പം ഇത് ഇതുവരെ ക്ലീൻ ചെയ്തിട്ടില്ല. ഇത് ക്ലീൻ ചെയ്യട്ടെ. ഇന്നലെ രാത്രി നമ്മൾ ഇങ്ങനെ പ്ലാൻ ചെയ്യായിരുന്നു, നമ്മളുടെ വീടിന് എന്താ പേരിടാന്ന്. സോ എനിക്കിവിടെ എന്നല്ല, ഇപ്പം ഞാൻ നിൽക്കുന്ന എല്ലാ സ്ഥലവും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഞാൻ കൊച്ചിയിൽ ആദ്യം വന്ന പാട് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്ന റൂം എനിക്ക് തീരെ ഇഷ്ടമല്ലായിരുന്നു. ബിക്കോസ് അത് ഒരു ചേച്ചിയായിരുന്നു. അപ്പോൾ ആ ചേച്ചി കുറച്ചധികം സ്ട്രിക്റ്റ് ആണെന്നല്ല, അവരെ മെച്യൂരിറ്റി ഉണ്ടല്ലോ, അത് നമുക്ക് സെറ്റാവില്ല. ഒരു കട്ട് ആൻഡ് ക്ലിയർ, ആ മെച്യൂരിറ്റി, ആ ഒരു വൈബ് എനിക്ക് ഇഷ്ടാവില്ല. എനിക്ക് ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ തന്നെ അതിൽ പലതും ഉണ്ട്. ചിലപ്പോൾ നമ്മൾ നല്ല ഫ്രണ്ട്സ് ആയിരിക്കും, പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് നമുക്കെല്ലാം ഷെയർ ചെയ്യാൻ പറ്റും, നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള. ആൻഡ് ഓൾസോ എനിക്ക് ഫിസിക്കൽ ടച്ച് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്ക് ഹഗ് ചെയ്യണം തോന്നുമ്പോൾ എനിക്ക് ഹഗ് ചെയ്യണം.
ഹഗ് ചെയ്യാൻ ആരും ഇല്ലെങ്കിൽ എനിക്ക് ഭയങ്കര സങ്കടമായിരിക്കും. അപ്പോൾ ഞാൻ അങ്ങനത്തെ ഒരു ഭയങ്കരമായിട്ട് എക്സ്പ്രസ് ചെയ്യുന്ന ആളാണ്. അപ്പം അങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന സ്പേസ് കിട്ടുക എന്ന് പറയുന്നത് അതെന്നെ സംബന്ധിച്ചോളം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന സ്പേസുകളാണ് എനിക്ക് എൻ്റെ കോളേജിൽ ഉണ്ടായിരുന്നത്, എൻ്റെ റൂംമേറ്റ്സ് ഉണ്ടായിരുന്നത്. എനിക്ക് എപ്പോൾ വേണമെങ്കിലും അവിടെ പോയി കെട്ടിപ്പിടിക്കും. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി അപ്പോൾ പറയേണ്ട ഒരു പേഴ്സണാണ് ഗയ. ഗയനെ ഞാൻ എപ്പോഴും പോയി കെട്ടിപ്പിടിക്കായിരുന്നു. അതിന് ഗയനെ കെട്ടിപ്പിടിക്കുമ്പോൾ ഒരു സുഖം, കാര്യം ഒരു വല്ലാത്ത ഫീലായിരുന്നു. ഇപ്പം അതൊക്കെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. ഗയനെ കെട്ടിപ്പിടിക്കുക പറയുന്നത് എനിക്ക് സങ്കടം വരുമ്പോഴും സന്തോഷം വരുമ്പോഴും ഒക്കെ എന്ത് ഇടയ്ക്ക് ഗയ പറയും ഹേഷ് ഒന്ന് മാറി നിൽക്കുമോ എന്നൊക്കെ ചോദിക്കും. അത്രയും ഫിസിക്കൽ ടച്ച് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ് ഞാൻ. പിന്നെ പ്രേര, എനിക്ക് എപ്പോൾ പ്രേരൊന്നും ഒരാളെ അടുപ്പിക്കാത്ത ആളായിരുന്നു, ഒരാളിങ്ങനെ ടച്ച് ചെയ്യുന്നൊന്നും ഇഷ്ടമല്ലാത്ത ആളായിരുന്നു. പക്ഷെ ഞാൻ വന്നതിന് ശേഷം ഓക്കെയാണ്, എന്നെ ഏറ്റവും പക്ക ഓക്കെയാണ്. ഞങ്ങളുടെ ഒരു ഇപ്പം എന്നെ ഹഗ് ചെയ്യുന്നതുകൊണ്ട് അവൾക്ക് ഒരു വിഷയമില്ല. എന്നെ ഹഗ് ചെയ്യാൻ വേണ്ടിയിട്ട് അവൾക്കും ഇഷ്ടമാണ്, ഇപ്പോൾ എനിക്കും ഇഷ്ടമാണ്. അങ്ങനെയാണ്. അപ്പം ഇവിടെ വന്നപ്പോൾ എനിക്ക് എൻ്റെ ഹോസ്റ്റലിലുള്ള കൂട്ടുകാരാണെങ്കിലും നല്ല കൂട്ടുകാരായിരുന്നു. അതും കഴിഞ്ഞ് ഇപ്പോൾ ഇവിടെ എത്തിയപ്പോഴും ഞാൻ ഇവിടെ കംഫർട്ടബിൾ ആവുമോ എന്നിങ്ങനെ ടെൻഷൻ അടിച്ചിരുന്നു. പക്ഷെ ഇവിടെ പക്ക കംഫർട്ടബിളാണ്. ആകെ എൻ്റെ ലൈഫിൽ തന്നെ എനിക്ക് ആകെ ഒരു കംഫർട്ടബിൾ അല്ലാത്ത സ്പേസിൽ ഞാൻ നിന്നിട്ടുണ്ടെങ്കിൽ അത് കൊച്ചിയിൽ ആദ്യം വന്നപ്പോൾ കിട്ടിയ എനിക്ക് അനുഭവമായിരുന്നു. പക്ഷെ അതും വേണം, ബിക്കോസ് അതും വേണം. എനിക്ക് അവരോടൊന്നും ഒരു ദേഷ്യമില്ല, കാരണം ദേഷ്യം വെക്കാൻ മാത്രമൊന്നും അവർ ചെയ്തിട്ടില്ല. പക്ഷെ ഇൻസെൻസിറ്റീവ് ആയിട്ടുള്ള പീപ്പിൾസിനായിട്ട് ഡീൽ ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ഇങ്ങനത്തെയും ആളുകളുണ്ട് എന്ന് നമുക്ക് ഇടയ്ക്ക് നമ്മളെ തന്നെ ഓർമ്മപ്പെടുത്തുക. സോ ഈ ഒരു വ്ളോഗ് എന്ന് പറയുന്നത് കുറേ നമ്മൾ സംസാരിക്കുന്നതായിരിക്കും. എൻ്റെ കുറച്ച് തോട്ട്സും എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ സംസാരിക്കുന്നതായിരിക്കും. അപ്പോൾ ഇപ്പം ഞാൻ ബിരിയാണി കഴിക്കട്ടെ. I love biryani. ബിരിയാണി മടുക്കില്ല എന്നൊക്കെ ചിലർ ചോദിക്കും, പക്ഷെ എനിക്ക് മടുത്തിട്ടൊന്നുമില്ല. പക്ഷെ സങ്കടമാണ് ചില സമയത്ത് കഴിക്കുമ്പോൾ, ഫുൾ ഓയിലി ഫുഡല്ലേ. അപ്പം ഞാൻ ഫ്രഷ് ആവാനായിട്ട് പോവാണ്. ഫുഡ് കഴിച്ച് കഴിഞ്ഞു. ഞാൻ കാക്കനാടാണ് ഞാൻ നിൽക്കുന്നത്. അപ്പം ഇവിടെ അളകാപുരി എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടലുണ്ട്. ഭയങ്കര അഫോർഡബിൾ ആണ് ഫുഡ്, നല്ല ടേസ്റ്റുമാണ്. അപ്പം ഞാൻ അവിടെ നിന്നാണ് ഭക്ഷണം മേടിക്കുന്നുണ്ടെങ്കിലൊക്കെ അതാണ് ഞാൻ പ്രിഫർ ചെയ്യുക. അപ്പം അളകാപുരി എന്നുള്ള ബിരിയാണി ആയിരുന്നു കഴിച്ചത്. അപ്പം ഞാനിപ്പോൾ ഏത് കോസ്റ്റ്യൂം ഇടും എന്നിങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോൾ എനിക്ക് തോന്നി നമ്മളുടെ മെയിൻ കോസ്റ്റ്യൂം, ഞങ്ങളുടെ റൂമിൽ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കോസ്റ്റ്യൂമാണിത്. ഭയങ്കര കംഫർട്ടബിളാണ്. അപ്പം ഇത് ഭയങ്കര കംഫർട്ടബിളാണ്, ഇത് തന്നെ ഇടാമെന്ന് വിചാരിച്ചു. ഇനി ആലോചിക്കാൻ വയ്യ. അപ്പം ഈ ഡ്രസ്സാണ് ഞാൻ ഇടാൻ പോകുന്നത്. ഇത് ഇന്നലെ ഇട്ടതാണ്, പക്ഷെ സാരമില്ല, ഇന്നിടാം. ഇപ്പം 2 ദിവസം ഇട്ടിട്ടേ ഞാൻ അലക്കാറുള്ളൂ പൊതുവേ. അപ്പം ഇത് ഡ്രസ്സ് മാറ്റിയിട്ട് വരാം. അപ്പം ഞാൻ ഡ്രസ്സ് മാറ്റി കഴിഞ്ഞപ്പോൾ ഇനിയിപ്പോൾ എന്താ വെച്ചാൽ മേക്കപ്പ് ചെയ്യണം. ഓക്കെ, അപ്പം ഇതാണ് ഡ്രസ്സ് ഭയങ്കര കംഫർട്ടബിളാട്ടോ. വേറെ ഒന്നും ചെയ്യണ്ട, ഈ ഡ്രസ്സാണെങ്കിൽ വേറെ ഒന്നും ചെയ്യണ്ട. ഞാനിനി മേക്കപ്പ് ചെയ്യണം. അപ്പം മേക്കപ്പ് ചെയ്തിട്ട് കാണാം. സോ ഇനിയിപ്പോൾ മേക്കപ്പിനായിട്ട് ഞാനിപ്പോൾ ആദ്യം യൂസ് ചെയ്യുന്നത് ഇവിടെയാണ് കേട്ടോ, മിറർ എനിക്ക് കാണാനുണ്ടാവും. ഇത് നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള സൺസ്ക്രീൻസ് ആണ് യൂസ് ചെയ്തിരുന്നത്. പക്ഷെ ഇപ്പോൾ റീസെൻ്റ്ലി ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ലാക്ടോ കലാമേൻ്റെ ഈ സൺസ്ക്രീനാണ്. എനിക്ക് ലാക്ടോ കലാമേൻ്റെ പ്രോഡക്റ്റ്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്, വിശ്വാസമാണ്. അതുകൊണ്ടാണ് ഞാൻ ലാക്ടോ കലാമേൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതുണ്ടല്ലോ എന്ന് വിചാരിച്ചു പുറത്ത് പോകുമ്പോഴൊക്കെ ഇതാണ് ഞാൻ യൂസ് ചെയ്യുക. പക്ഷെ ഇത് കുറച്ചധികം ഓയിലി ആക്കും ഫേസ്. പക്ഷെ നമ്മളൊന്ന് കുറച്ച് പൗഡർ കൊണ്ടോ അല്ലെങ്കിൽ കോമ്പാക്ട് പൗഡർ കൊണ്ടോ ടാൽക്കം പൗഡർ കൊണ്ടോ ഒന്ന് ഡാബ് ചെയ്താൽ സെറ്റാവും. സോ നമ്മളിപ്പോൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടോ, ഞാൻ പറഞ്ഞില്ലേ നല്ല ഓയിലി ആവും സീൻ. അതിനുശേഷം ഞാൻ കൺസീലർ ഇടാൻ പോവാണ്. ഞാൻ പുറത്ത് ഫൗണ്ടേഷൻ എൻ്റെ കയ്യിലുണ്ട്, പക്ഷെ എങ്കിൽ കൂടെ ഞാൻ കൂടുതൽ യൂസ് ചെയ്യുക കൺസീലറാണ്. കൺസീൽ ചെയ്യാൻ മാത്രമുള്ള എനിക്ക് ഡാർക്ക് സ്പോട്ട്സ് ഒന്നും അങ്ങനെ ഇല്ല. ഇപ്പോൾ ഇവിടെ ഒരു കുരു വന്നതിൻ്റെ ഒരു പാടുണ്ട്, അത് വേഗം പോവുകയും ചെയ്യും. അപ്പം അത് മാത്രമാണ് ഇപ്പോൾ ചെയ്യാനുള്ള. കൺസീൽ ചെയ്യും, ജസ്റ്റ് ഒന്ന് കൺസീൽ ചെയ്താൽ തന്നെ എനിക്ക് ഫൗണ്ടേഷൻ ഇട്ട ഒരു എഫക്റ്റ് കിട്ടാറുണ്ട് കേട്ടോ, ഭയങ്കര വ്യത്യാസം കിട്ടലുണ്ട്.
ഒരൊറ്റ സ്കിപ്പിലെടുത്ത സാധനം മാത്രമേ ഫേസിൽ അപ്ലൈ ചെയ്യുള്ളൂ, കൂടുതലൊന്നും അപ്ലൈ ചെയ്യില്ല. കൺസീലർ ഇടുന്നത് എന്തിനാ വെച്ചാൽ നമ്മൾ ജസ്റ്റ് ഒരു ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഒന്ന് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് അധികം ഡാർക്ക് സ്പോട്ട്സ് ഇല്ല, ബട്ട് സ്റ്റിൽ ഞാൻ ഇടുന്നത് എന്താ വെച്ചാൽ ഒന്ന് ഹൈലൈറ്റ് ആവും, നമ്മുടെ സ്കിന്ന് ഒന്ന് എൻഹാൻസ് ചെയ്യും, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് ഇപ്പോൾ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല, ജസ്റ്റ് ഒന്ന് എൻഹാൻസ് ചെയ്യും, അത്ര മാത്രമേ ഉള്ളൂ. അതാണ് മേക്കപ്പ് എന്ന് പറയുന്നത്. അല്ലാണ്ട് മേക്കപ്പ് ഒരിക്കലും വെളുക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒന്നിനും വേണ്ടിയല്ല. ഒരു കൈൻഡ് ഓഫ് സെൽഫ് ലവ് ആണ് മേക്കപ്പ് എന്ന് പറയുന്നത്. നമ്മൾ നമ്മളെ തന്നെ ഒന്ന് ഒരുക്കുക, ഭയങ്കര രസമുള്ള കാര്യമാണത്. നമ്മൾ എന്നും എണീറ്റ് അതേപോലെ തന്നെ എങ്ങോട്ടെങ്കിലും പോകുന്നു, അതേപോലെ തന്നെ തിരിച്ചു വരുന്നു, അല്ലെങ്കിൽ അതേപോലെ തന്നെ അങ്ങനെ ജീവിക്കേണ്ടവർക്ക് അങ്ങനെ ജീവിക്കാം, അതിനെ ഞാൻ ഒപ്പോസ് ചെയ്യല്ല. പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ നമുക്കും ഇൻട്രസ്റ്റ് ഉണ്ടാവും. യെസ്, ഇന്ന് എണീറ്റിട്ട് ഒന്ന് കണ്ണെഴുതാം, ഇന്ന് എഴുതിയിട്ട് ലിപ്സ്റ്റിക് ഇട്ട് പോകുമ്പോൾ എനിക്ക് അങ്ങനെയാണ് ഒന്ന് യെസ് നല്ലൊരു നമ്മളെ തന്നെ ഒന്ന് ടേക്ക് കെയർ ചെയ്യുന്നുണ്ട്, അപ്പോൾ നമ്മൾ തന്നെ ഒന്ന് സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ സെൽഫ് ലവിൻ്റെ ഒരു പാർട്ടായിട്ടാണ് ഞാൻ മേക്കപ്പിനെ കാണുന്നത്. ഇപ്പോൾ എനിക്ക് മേക്കപ്പ് ചെയ്യാൻ മൂഡുള്ളപ്പോൾ ഞാൻ മേക്കപ്പ് ചെയ്യും, മേക്കപ്പ് ചെയ്യാൻ മൂഡില്ലാത്തപ്പോൾ ഞാൻ മേക്കപ്പ് ചെയ്യില്ല. അതൊക്കെ ഡിപ്പെൻഡ്സ് ഓൺ പീപ്പിൾ. അതേപോലെ തന്നെ മേക്കപ്പ് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് ചെയ്യാം, ഇഷ്ടമില്ലാത്തവർക്ക് ചെയ്യണ്ട, രണ്ടും ഓക്കെയാണ്. പക്ഷെ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരെ ബുള്ളി ചെയ്യാൻ വേണ്ടി നിൽക്കണ്ട, മേക്കപ്പ് ഇടുന്നു അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞ് ബുള്ളി ചെയ്യാൻ നിൽക്കണ്ട, ചെയ്യാത്തവരെയും ബുള്ളി ചെയ്യാൻ നിൽക്കണ്ട. ഓക്കെ. പിന്നെ അടുത്തത്, എനിക്ക് കുറച്ച് ഡാർക്ക് കളേഴ്സാണ് ലിപ്പിലിടുന്നത് ഇഷ്ടം. കാരണം എൻ്റെ ലിപ്പ് ഭയങ്കര പിഗ്മെൻറ്റഡ് ആണ്. ഇപ്പോൾ റീസെൻ്റ്ലി ഒരുപാട് ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്നത് കൊണ്ടും മാത്രമല്ല ഒരുപാട് ലിപ്സ്റ്റിക്സ് യൂസ് ചെയ്യുന്നതുകൊണ്ടും പിന്നെ അത് മാത്രമല്ല ഓൾറെഡി എൻ്റെ ലിപ്പ് കുറച്ച് പിഗ്മെൻറ്റഡ് ആയിരുന്നു. ഒരു +2 വരെയൊക്കെയാണ് അതിൻ്റെ ഒരു നോർമൽ ഷെയ്ഡ് നിന്നത്. അതിനുശേഷം പിന്നെ സ്വാഭാവികമായിട്ട് നമ്മൾ ഏജ് ആവുന്തോറും നമ്മളുടെ പല ഫീച്ചേഴ്സിലും ഭയങ്കര വ്യത്യാസം കാണും. അങ്ങനെ ഒരു വ്യത്യാസം ഞാൻ നോട്ടീസ് ചെയ്തതാണ് ലിപ്പിലുള്ള പിഗ്മെൻറ്റേഷൻ. അപ്പോൾ ഈ ലിപ്പ് പിഗ്മെൻറ്റേഷൻ മാറാനായിട്ട് ഞാൻ ഒന്നും ചെയ്യുന്നില്ല, ബട്ട് ഞാൻ എന്ത് ചെയ്യും, നല്ല ഡാർക്ക് ലിപ്സ്റ്റിക്സ് ആണ് യൂസ് ചെയ്യുക. അതാണ് എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടമായിട്ട് തോന്നുന്നത്. റെഡ് ലിപ്സ്റ്റിക്കൊക്കെ ഇടുമ്പോൾ എനിക്ക് എന്നെ തന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എൻ്റെ നാട്ടിലൊക്കെ പോകുമ്പോൾ, നാട്ടിലെങ്ങനെയാ വെച്ചാൽ അവിടെ അധികം ആരൊന്നും ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്ന ആളുകളല്ല, വളരെ മിനിമലായിട്ട് ഇടുന്നവരുണ്ടെങ്കിൽ തന്നെ ന്യൂഡ് ഷെയ്ഡ്സ് ഒക്കെ ഇടുന്നവരുണ്ടാവുള്ളൂ. എനിക്കറിയില്ല കേട്ടോ, ഞാൻ അവിടെ ഉണ്ടോയെന്ന് അറിയില്ല. പക്ഷേ സ്റ്റിൽ ഞാൻ ഡാർക്ക് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് പോകുമ്പോൾ ചിലരപ്പോൾ എന്നെ ഇങ്ങനെ സ്റ്റെയർ ചെയ്യും. അപ്പോൾ ഐ എം ലൈക്ക് എനിക്കിങ്ങനെ ഡാർക്ക് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് ഞാൻ വയസ്സായാൽ പോലും റെഡ് ലിപ്സ്റ്റിക് ഒന്നും ഒഴിവാക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ ഇനി നമ്മൾ ബ്ലഷ് ഇടാനായിട്ട് പോവാണ്. ബ്ലഷ് ഇപ്പോൾ ഞാൻ കുറച്ചായിട്ട് യൂസ് ചെയ്യില്ല, എപ്പോഴും യൂസ് ചെയ്യായിരുന്നു, ഇപ്പോൾ കുറച്ചായിട്ട് യൂസ് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. എന്ന് പറയുന്നത് ഒരു മേക്കപ്പിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാന്ന് ഞാൻ പറയും. കാര്യം നമ്മൾ ബ്ലഷ് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മുടെ ഫേസ് മൊത്തത്തിലേ മാറും. എന്തൊക്കെയോ പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, പക്ഷേ ദാറ്റ്സ് ഓക്കെ. ഞാൻ ഇവിടെ ഒറ്റയ്ക്കുള്ള, അപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ പറയാമല്ലോ. ഓക്കെ, ഇതിന് ശേഷം ഞാനൊന്ന് ഐബ്രോ സെറ്റ് ചെയ്യാനായിട്ട് പോവാണ്. ഐ ഹാവ് ഗുഡ് ഐബ്രോസ്. നിങ്ങൾ നോക്കിയാൽ കാണാം, നല്ല ഐബ്രോസ് എനിക്കുള്ളത്. ശരിക്കും വരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല, പക്ഷെ ഞാനും ഇപ്പം ഇത്രയും മേക്കപ്പ് ചെയ്ത സ്ഥിതിക്ക് നമ്മളത് എന്ത് ചെയ്യും, അപ്പം ഐബ്രോസ് ഒന്ന് ഡള്ളാവും. അപ്പം നമ്മളെന്ത് ചെയ്യും, ജസ്റ്റ് ഐബ്രോസും കൂടെ ഒന്ന് ഫിൽ ചെയ്ത് കൊടുക്കും. ഐബ്രോസ് പണ്ടൊക്കെ എനിക്ക് ഫിൽ ചെയ്താൽ ഭയങ്കര ബോറായിട്ട് എനിക്ക് ഫീൽ ചെയ്യുമായിരുന്നു. കണ്ടോ, ഈ ഐബ്രോ തമ്മിലൊരു വ്യത്യാസം നോക്കൂ. ജസ്റ്റ് ഫിൽ ചെയ്താൽ മതി. പണ്ട് എനിക്ക് ഭയങ്കര വ്യത്യാസം തോന്നുന്നു, അതായത് എന്തോ പോലെ തോന്നും, ഐബ്രോ മാത്രം എടുത്ത് നിൽക്കുന്ന പോലെ തോന്നും. പക്ഷെ ഇപ്പം എനിക്ക് അങ്ങനെയല്ല. ഐബ്രോ സെറ്റ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഗൈസ്. അതിനുശേഷം നമ്മൾ ഇനി ചെയ്യാനായിട്ട് പോകുന്നതാണ് ഐലൈനർ.
ഈ ഐലൈനർ ഓക്കെയാണ്, പക്ഷെ കിത്തുവിൻ്റെ ഐലൈനറാണ് കുറച്ചും കൂടെ ബെറ്റർ. പക്ഷെ കിത്തുവിൻ്റെ ഐലൈനർ ഇവിടെ കാണുന്നില്ല. ഇങ്ങനെ അവൾ ആ റൂമിൽ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഇന്ന് ഈ ഐലൈനർ ഇടാം. കിത്തുവിൻ്റെ ഐലൈനർ നമ്മൾ വരുന്നവരെ അങ്ങനെ തന്നെ ഉണ്ടാവും. ഇതും വാട്ടർ പ്രൂഫാന്നൊക്കെ പറയുന്നു, പക്ഷെ എനിക്ക് ഫീൽ ചെയ്തുള്ള അല്ല എന്നാണ്. അപ്പോൾ ഞാൻ ഈ കണ്ണെഴുതി ജസ്റ്റ് ഒന്ന് എഴുതിയിട്ടേ ഉള്ളൂ. ഈ കണ്ണെഴുതാം. ഞാൻ ഇങ്ങനെ കണ്ണെഴുതാന്ന് വെച്ചാൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആദ്യം ഞാൻ ജസ്റ്റ് ഒന്ന് വിങ്സ് വരക്കും, ഈ വിങ്സ് വരക്കും, എന്നിട്ട് അതിലോട്ട് കണക്ട് ചെയ്യാണ് ചെയ്യാറ് കേട്ടോ. I love to draw my eyes. എവറി ടൈം ഞാൻ ഐലൈനർ എഴുതുമ്പോൾ പറ്റുന്നൊരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഐബ്രോസ് തമ്മിലൊരു വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, ഇപ്പോൾ ഞാൻ ഈ ഐസ് എഴുതി, സോറി ഐബ്രോസ് എന്ന് ഞാൻ ഇടയ്ക്ക് പറഞ്ഞ്, ഈ ഐ ഞാൻ എഴുതി കഴിഞ്ഞു. സോ ഈ ഐ ലൈൻ ചെയ്തതും ഈ ഐ ലൈൻ ചെയ്തതും തമ്മിലൊരു ചെറിയ വ്യത്യാസമുണ്ട്, പക്ഷെ പെട്ടെന്ന് ആർക്കും കാണുമ്പോൾ മനസ്സിലാവില്ല. ആൻഡ് ഞാൻ മസ്കാര യൂസ് ചെയ്യൽ വളരെ കുറവാണ്. ഈവൻ ദോ വർക്കിനാണെങ്കിൽ പോലും മസ്കാര യൂസ് ചെയ്യാറില്ല. അതുപോലെ ഷൂട്ടൊക്കെ ഉണ്ടെങ്കിൽ അവർ മേക്കപ്പ് ആർട്ടിസ്റ്റ് ചെയ്ത് തരും എന്നല്ലാതെ ഞാൻ വേറൊന്നും ചെയ്യാറില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഐബ്രോസ്. യു ഗൈസ് നോ വാട്ട്, ഐ ഹാവ് ഗുഡ് ഐലാഷസ്. നോക്കൂ, കണ്ടോ, എത്രത്തോളം കാണുന്നുണ്ടെന്ന് അറിയില്ല, പക്ഷെ എനിക്ക് നല്ല ഐലാഷസ് ഉണ്ടെന്നാണ് എൻ്റെ ഫ്രണ്ട്സൊക്കെ എപ്പോഴും കോംപ്ലിമെൻറ്റ് ചെയ്യാറ്. സോ വി ക്യാൻ ജസ്റ്റ് ഓക്കെ. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യത്തിന് ഞാൻ താഴെ ഐലൈനർ എഴുതുന്നത് വളരെ കുറവാണ്. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ട്രഡീഷണൽ സംഭവമാണ്. സോ ഞാൻ അടിയിലും കൂടെ എഴുതാമെന്ന് വിചാരിച്ചു. എൻ്റെ ഫ്രണ്ട് ബോധി ഇന്ന് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവനും ഞാനും കൂടിയിട്ടാണ് പോകുന്നത്. അവൻ എന്ത് ചെയ്യും, ഞങ്ങൾ പോകേണ്ട സ്ഥലത്ത് അവൻ എത്തിയാൽ എന്നെ വിളിക്കും. അപ്പോൾ ഞാൻ ഇവിടുന്ന് ബസ് കയറി പോകും, അതാണ് പ്ലാൻ. സോ അവൻ ഇതുവരെ വിളിച്ചിട്ടില്ല, അതാണ് എൻ്റെ ധൈര്യം. അതുകൊണ്ടാണ് ഞാൻ മെല്ലെ മെല്ലെ മേക്കപ്പ് ഒക്കെ ചെയ്ത് തട്ടിമുട്ടി നടക്കുന്നത്. സോ ഞാൻ ഈ അതിൻ്റെ താഴെ കൂടി ഫില്ല് ചെയ്തിട്ടുണ്ട്. കണ്ടോ, കാരണം തമ്മിലുള്ള വ്യത്യാസം, ഇത് കുറച്ചും കൂടെ ഒരു രസം വന്നു. സോ ഞാൻ 2 കണ്ണും എഴുതിയിട്ടുണ്ട്. ഇതൊന്നും കൂടെ ഫില്ല് ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നു. കൺമഷി കൊണ്ട് ഒന്നും കൂടി ഫില്ല് ചെയ്യാം. ഞാൻ ഇതുവരെയുള്ള ഫുൾ ലുക്ക് കാണിച്ചു തരാം. ഇവിടെ ലൈറ്റില്ല, അതുകൊണ്ട് ഞാൻ കുറച്ച് ലൈറ്റ് കൂട്ടിയിരുന്നു. സോ ദിസ് ഈസ് ദ റിസൾട്ട്. പക്ഷേ ഒരു മേക്കപ്പിൻ്റെ ഏറ്റവും ഭംഗിയുള്ള പാർട്ട് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ലിപ്സ്റ്റിക്ക് ഇടുന്നതാണ്. സോ യു ക്യാൻ സീ ദ ചേഞ്ച്. ഞാൻ ലിപ്സ്റ്റിക്ക് ഇട്ടതിന് ശേഷമുള്ള എൻ്റെ ഫേസ് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇവിടെ യൂസ് ചെയ്യുന്ന മിസ് ക്ലെയറിൻ്റെ മാറ്റ് പവർ എന്ന് പറയുന്ന ഒരു ലിപ്സ്റ്റിക്കാണ്. ഇത് ഞാൻ മുൻപ് യൂസ് ചെയ്തിട്ടുണ്ട്, മിക്സ് ചെയ്യാൻ യൂസ് ചെയ്തിട്ടുണ്ട്, നല്ലോണം യൂസ് ചെയ്തില്ല. ഇത് കാണുമ്പോൾ ഒരു വൈൻ കളറാണ്, പക്ഷേ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ ഭയങ്കര ഒരു വെറൈറ്റി കളറാട്ടോ കിട്ടുക. അത് എൻ്റെ ലിപ്പിന് വേറെ കളറ്, ഓരോരുത്തർക്കും ഓരോ ഷെയ്ഡായിരിക്കും. ഒന്ന് ജസ്റ്റ് ലിപ്പ് ലൈൻ ചെയ്തു.
ലിപ്പ് ലൈൻ ചെയ്തതിന് ശേഷം ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സി ഇപ്പം എനിക്ക് ഒരു കാര്യം ഓർമ്മ എന്ന് പറയാം. ഞാൻ ഒരുപാട് ആണുങ്ങൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, ലിപ്സ്റ്റിക്ക് ഇടുന്നതൊന്നും കുഴപ്പമില്ല, പക്ഷെ ജസ്റ്റ് ഒരു ചെറിയ അറിയാത്ത രീതിയിൽ നാച്ചുറൽ വേ ആണ് ഇഷ്ടം എന്ന് അവർ പറയുന്നത് കേട്ടിട്ടുണ്ട്. സോ എനിക്കെപ്പോഴും ബോധി വിളിക്കുന്നു. സോ എത്താനായി ഗൈസ്. ബോധി വിളിച്ചിട്ട് പറഞ്ഞു അവൻ അവിടെ നിന്ന് ബസ് കയറിയിട്ടുണ്ടെന്ന്. അപ്പം ഞാൻ ഇവിടെ നിന്ന് ബസ് കയറണം. അങ്ങനെയാണ് നമ്മൾ രണ്ടുപേരും ഞങ്ങൾ രണ്ടുപേരും എന്തിനാണ് പോകുന്നത്, അത് സർപ്രൈസാണ്. സോ അപ്പം ഞാൻ ഇവിടെ പറഞ്ഞു നിർത്തിയത്, ഒരുപാട് ആളുകൾ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. സോ എനിക്ക് പറയാനുള്ളത്, അത് കേട്ടിട്ട് ഇൻഫ്ലുവൻസ്ഡ് ആവുന്ന സ്ത്രീകൾ ഉണ്ടായേക്കാം. മേ ബി ഞാനും ഒരു ടൈമിൽ അത് ശരിയാണല്ലോ, നാച്ചുറലായിട്ട് ഇടുന്നതാണല്ലോ രസം എന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നമ്മൾ രണ്ടും ഇട്ട് നോക്കുക, ഏതാണ് നമുക്ക് ഇഷ്ടം എന്നുള്ളത് നമ്മൾ ചൂസ് ചെയ്യുക. ഓക്കെ, നമുക്ക് പലപ്പോഴായിട്ട് ഇല്ലാണ്ടായി പോകുന്നത് ചോയ്സാണ്. ചെയ്യാം ചെയ്യാതിരിക്കാം എന്നുള്ള ചോയ്സാണ് നമുക്ക് പലപ്പോഴായിട്ട് കിട്ടാത്തത്. സോ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് ചോയ്സസ് മേക്ക് ചെയ്യാൻ വേണ്ടി, ഐ നോ ദാറ്റ് ഇറ്റ്സ് വെരി ഹാർഡ്, ബട്ട് സ്റ്റിൽ വി ഹാവ് ടു ട്രൈ. സോ ഞാനിപ്പോൾ ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്തു. ഞാൻ വേറെ ലിപ്സ്റ്റിക്ക് ഇടാമെന്നൊക്കെ വിചാരിച്ചു, പക്ഷേ ഇത് എനിക്കിഷ്ടമായി. ഞാൻ മിക്സ് ചെയ്തിടാമെന്നൊക്കെ വിചാരിച്ചു, പക്ഷേ ഇത് എനിക്കിഷ്ടമായി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ടാൽക്കൺ പൗഡർ കൊണ്ട് ഒന്ന് ജസ്റ്റ് ഡാബ് ചെയ്യുക. എൻ്റെത് എക്സ്ട്രീം ഓയിലി സ്കിന്നാണ്. ഐ ആം ബ്ലെസ്ഡ് വിത്ത് ഓയിലി സ്കിൻ. അതായത് ചിലരെന്നോട് പറയും, ഓ യുവർ ഫേസ് ഈസ് സോ ഗ്ലോയിങ്. ബട്ട് എപ്പോഴും എങ്ങനെ വെച്ചാൽ ഒരു പ്രോഗ്രാമിനൊക്കെ പോയാൽ ഒരു ചട്ടി എണ്ണ എൻ്റെ ഫേസിൽ തന്നെ ഉണ്ടാവും. അതെനിക്ക് ഭയങ്കര ബോറിംഗ് ആയിട്ടാണ് തോന്നാറ്. സോ ഐ ഹാവ് ടു പുട്ട് പൗഡർ ഓൺ മൈ ഫേസ്, ബിക്കോസ് പൗഡർ അപ്ലൈ ചെയ്യുമ്പോൾ ഓയിൽ കുറേയൊക്കെ മാറും. നിങ്ങൾക്ക് തന്നെ കാണിച്ചു തരാം. ഒരു കോമ്പാക്ട് പൗഡർ മേടിക്കണം. പൗഡർ കുറച്ച് അധികം അപ്ലൈ ചെയ്യണം, കാരണം പ്രത്യേകിച്ച് മേക്കപ്പ് കൂടെ ഉള്ളപ്പോൾ. തീർന്നു. സോ ഞാൻ ഇനി പോയി വരുമ്പോൾ നിങ്ങൾക്ക് തോന്നാൻ നന്നായിട്ട് പൗഡർ ഉണ്ടല്ലോ ഫേസിലും, പക്ഷെ അതൊന്ന് ഇറങ്ങി നടക്കുമ്പോഴത്തേനും ഭയങ്കരമായിട്ട് സെറ്റാവും. സോ ദിസ് ഇസ് വാട്ട് മൈ മേക്കപ്പ് റൂട്ടീൻ. സോ ഇതാണ് നമ്മുടെ കോസ്റ്റ്യൂം. വീട്ടിലെടുക്കുമ്പോൾ ഇടുന്ന പോലെ ഉണ്ടോ? ഇല്ലല്ലേ, ജസ്റ്റ് ചിൽ. ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഞാൻ കണ്ണ് എഴുതിയത് എനിക്ക് കുറേ കാലത്തിന് ശേഷം ഇങ്ങനെ എഴുതുന്നതുകൊണ്ട് ഭയങ്കര ഒരു വ്യത്യാസം തോന്നുന്നു. പൗഡർ കുറച്ച് കൂടിയ പോലുണ്ട്, പക്ഷേ ഇവിടുന്ന് വെയിലത്തോട്ട് ഇറങ്ങിയാൽ അത് സെറ്റാവും, അത് ഉറപ്പാണ്. ഞാൻ പറഞ്ഞില്ല, ലിപ്സ്റ്റിക് ഇട്ടാലുള്ള ഒരു ചേഞ്ച് എന്ന് പറയുന്നത് ഇറ്റ്സ് ഹ്യൂജ്. ലിപ്സ്റ്റിക് ഇട്ടാൽ നമ്മളുടെ ബാക്കിയുള്ള എല്ലാ ഫീച്ചേഴ്സും ഒന്നുകൂടെ ഹൈലൈറ്റ് ചെയ്യും, ചുണ്ടൊന്നുകൂടെ ഹൈലൈറ്റ് ചെയ്യും. സോ ലിപ്സ്റ്റിക് ഇടുന്നത് വൻ അടിപൊളിയാണ് ഗൈസ്. പിന്നെ ഇനി എനിക്ക് ഇയറിങ്സ് ഇടണം, മുടി ഒന്ന് കോംബ് ചെയ്യണം. ഞാൻ ഈ ഇയറിങ്സ് ആണിട്ടില്ല, ഇതിപ്പോൾ ഭയങ്കര ഇഷ്ടമായി. റീസെൻ്റ്ലി ഞാൻ മേടിച്ചതാണ്, അപ്പോൾ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമായി. ഒരു മാല വേണം എന്നുണ്ട്, നോക്കാം. കറണ്ട് പോയി ഗൈസ്. ഇത് ഞാൻ ഡൽഹിയിൽ നിന്ന് മേടിച്ചൊരു ഇതായിരുന്നു, അതിൻ്റെ കളർ പോയിട്ടുണ്ട് തോന്നുന്നു. പക്ഷേ അതിടുമ്പോൾ ഈ കമ്മലിന് മാച്ചില്ല. ആൻഡ് ഓൾസോ കമ്മൽ ഇടുമ്പോൾ കമ്മൽ മാത്രം മതിയോ? വാട്ട് ടു ഡു? ഒന്നുകൂടെ നോക്കാം. ഓക്കെ ഗായ്സ്, സോ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇന്ന് പ്ലാൻ ചെയ്യുന്ന കാര്യം കുറച്ച് ട്രഡീഷണലാണെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു പൊട്ടൊക്കെ തൊട്ട് ജുമുക്കൊക്കെ ഇടാമെന്ന്. അതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഇതാണ് എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടപ്പെട്ടത്. ഒരു മാലയുടെ കുറവുണ്ട്, ബട്ട് ഒന്നും ചെയ്യാനില്ല. ഞാൻ കുറേ മാല ഇവിടെ തിരഞ്ഞു നോക്കി, കാണുന്നില്ല. സോ ഈ ലുക്ക് എങ്ങനെയുണ്ട്? ഇതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടമായത്. അപ്പോൾ ഈ ലുക്കിൽ ഞാനിപ്പോൾ തംബ്നെയിൽ എന്ത് കൊടുക്കും? തംബ്നെയിൽ കണ്ട ഈ സർപ്രൈസൊക്കെ പൊളിയില്ല എന്ന് ഞാൻ ആലോചിക്കുന്നത്. സോ എനിവേ നമുക്ക് പ്ലാൻ ചെയ്യാം തംബ്നെയിലുള്ളത്. പക്ഷെ എനിക്ക് ഈ ലുക്ക് ഭയങ്കര ഇഷ്ടമായി ഗൈസ്. നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ കമൻറ്റ് ചെയ്യൂ. ഓക്കെ, സോ നമുക്ക് വേഗം പോവാം. ബോധി എൻ്റെ പുതിയ ഫ്രണ്ടാണ്. ഞങ്ങൾ കുറേ കാലമായിട്ട് അറിയാം, പക്ഷേ എൻ്റെ പുതിയ ഫ്രണ്ടാണ്. അപ്പോൾ എൻ്റെ പഴയ ഫ്രണ്ട്സ് ആണെങ്കിൽ അവർക്കറിയാം ഒരു 10 മിനിറ്റ് മുന്നേ പറഞ്ഞാൽ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് എത്തുള്ളൂ എന്നുള്ളത്.
പക്ഷെ ഇവന് അതറിയില്ല. അതുകൊണ്ട് ഇവൻ എന്നെ വെയിറ്റ് ചെയ്ത് മുഷിഞ്ഞ് നിൽക്കണ്ട, ആദ്യം തന്നെ നെഗറ്റീവ് ഇംപ്രഷൻ കൊടുക്കണ്ടെന്ന് വിചാരിച്ചു. അതുകൊണ്ട് നല്ല കുട്ടിയിട്ട് വേഗം തന്നെ പോയിട്ട് കറക്റ്റ് പങ്ക്ച്വൽ ആണെന്നുള്ള അറിയിക്കണം. സോ ഗൈസ്, ദിസ് ഇസ് മൈ ഫൈനൽ ലുക്ക്. ഐ തിങ്ക് ഇനി മാറ്റാൻ പോകുന്നില്ല, സമയമില്ല. സോ എനിക്ക് മുകളിൽ നിന്ന് മഴ വരുന്നുണ്ട്, അപ്പം തോരട്ടത് എടുക്കണം. അതെടുത്തിട്ട് വേഗം പോവാം. ഓക്കെ, ബൈ. ഇപ്പോൾ ഫോൺ എൻ്റെ കയ്യിൽ നിന്ന് വീണു, ബട്ട് ദാറ്റ്സ് ഓക്കെ. ഫൈനലി എനിക്കൊരു സാധനം കിട്ടി. ഓ മൈ ഗാഡ്, എന്ത് രസമല്ലേ ഈ ഒരു ലൈറ്റിങ്ങിൽ. നാച്ചുറൽ ലൈറ്റ്സാണ് കൂടുതൽ നല്ലതെന്ന് തോന്നുക. കാര്യം അകത്ത് നമ്മൾ ലൈറ്റ് ഇടുന്നതിനേക്കാളും നാച്ചുറൽ ലൈറ്റ്സാണ് കുറച്ചുകൂടെ നല്ലത്. ലൈറ്റ്സ് കുറക്കാം. ഒരു പണ്ടത്തെ ഒരു മാല കിട്ടി, കുറച്ച് നീളമുണ്ട്, പക്ഷെ അത് ഇങ്ങനെ ഇടാം അല്ലേ. സോ ഗൈസ്, ഐ എം ഗോയിങ് ബൈ. അപ്പം ഇനി സർപ്രൈസ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് കാണാം. ഗൈസ്, ചാവി ഇവിടെയാണ് വെക്കാറ്. ഞങ്ങൾ ടേബിളിലാണ് ചാവി വെക്കാറ്. കാര്യം ഓരോരുത്തർ വന്നിട്ട് ഓരോ സ്ഥലത്ത് വെച്ച് പോകും. സോ ഇപ്പൊ ഞാൻ മാർക്ക് ചെയ്ത സ്ഥലമല്ലേ, അതിന്റെ നിങ്ങൾ മാർക്ക് ചെയ്തതിന്റെ നടുക്കും. അത് രണ്ടിന്റെ നടുക്കിലായിട്ട്. അയ്യോ, എനിക്ക് പേടിയാട്ടോ. അതെനിക്ക് പേടിയതാ. അയ്യോ, വേദനിക്കോ. അങ്ങനെ കുത്താൻ പറ്റില്ലത്. അങ്ങനെയുണ്ട്, തിരിയിട്ടല്ല. പക്ഷെ ഞാൻ ആ മാർക്ക് ചെയ്ത കറക്റ്റാ, നല്ല സ്ഥലമാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത്. ഈ വായ കൂട്ടി പിടിച്ചാൽ ഈ പിരി എങ്ങനെ പിന്നെ ഇറങ്ങിപ്പോവും. പിന്നെ പിരി അന്വേഷിച്ച് നടത്തേണ്ടി വരും. അപ്പോൾ കുഴപ്പമില്ല, രസമുണ്ടല്ലേ. പിന്നെ ഞങ്ങളിത് ജ്യൂസ് കുടിച്ചു. അതിനുശേഷം ഞാൻ എൻ്റെ ഫ്രണ്ടിനെ കാണാൻ വേണ്ടി പോയി, സെലീലിനെ. എനിക്കിത് ആരെങ്കിലും ഒന്ന് കാണിച്ചു കൊടുക്കണമല്ലോ. അപ്പോൾ ഞാൻ ഹൈക്കോടതിൻ്റെ മുന്നിൽ വെയിറ്റ് ചെയ്യണവനെ. കുറേ നേരമായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്, ഓന് എത്തുന്നില്ല. കണ്ടപാട് സെലീൽ മനസ്സിലാക്കില്ലെന്ന് നമുക്ക് നോക്കാട്ടാ. എന്നെ കണ്ട ഒരു മാറ്റം തോന്നില്ല, ഒന്നും തോന്നില്ല. എടാ മഞ്ചാടി, ഈ എന്റെ ഫ്രണ്ടാണോ? അല്ല, മുഖൊന്ന് നോക്കേ. മൂക്കുത്തിടാ, മൂക്കുത്തി നാട്ടുകാരോട് മൊത്തം പറഞ്ഞറിയിക്കേണ്ട അവസ്ഥയാണ് ഇപ്പൊ എന്റെ. മഞ്ചാടി മനസ്സിലാവില്ല. ഓക്കെ, വക്കീലാണ്, അതുകൊണ്ട് നമ്മൾ നിയമം പാലിക്കപ്പെടും. ഇന്നാരും തല്ലിയിട്ടില്ല, വേറെ എന്തെങ്കിലും വ്യത്യാസമില്ല. ഒന്നും തോന്നില്ല. ഫൈനലി കണ്ടുപിടിച്ചല്ല, ഇവരൊന്നും മനസ്സിലായില്ല. ഞാൻ മൂക്കുത്തി. ഗായ്സ്, എറണാകുളം നഗരത്തിലൂടെ രണ്ട് വ്യക്തികൾ തങ്കി ഇപ്പൊ തന്നതാണ് ഗായ്സ്. തങ്കിന്റെ മമ്മി ഗൾഫിൽ നിന്ന് വന്നു ഗായ്സ്. അപ്പൊ എനിക്ക് കൊടുന്നു വന്നതാണ് സ്നിക്കേഴ്സ്. എടാ, ഉമ്മ ഗൾഫ് വേണ്ട സ്നിക്കേഴ്സ് മാത്രമേ ഉള്ളൂ. ഒരു സ്പ്രേ കൂടെ തരായിരുന്നു നിനക്ക്. ഇവൻ ഇത്രയും എന്നെ ഇവിടേക്ക് എങ്ങോട്ടോ കൊണ്ടുവന്നിട്ട്
നമ്മളിപ്പോൾ പോകുന്നത് ഒരു ജങ്കാറിലാണ്. 2 വഞ്ചി വെച്ചിട്ടുള്ള ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ സെലിയിൽ കോടതി പോകുന്നത് നിർത്തി ഗായ്സ്. ഇനി ഞങ്ങൾ ഫുൾ വ്ളോഗിങ് ആയിരിക്കും. കോടതി പോക്ക് നിർത്തി, എന്നും കോടതി പോയി മടുത്തപ്പോൾ നിർത്തി. അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങളുടെ കോളേജ് കാലഘട്ടവും ഇപ്പോൾ ഉള്ള കാലഘട്ടവും ഇനി വരാനിരിക്കുന്ന കാലഘട്ടവും സംസാരിച്ചിട്ട് ഈ വഞ്ചി യാത്ര ആസ്വദിക്കട്ടെ. നമ്മളിങ്ങനെ അക്കരയിലോട്ട് പോയിട്ട് അങ്ങോട്ട് മാത്രമാണോ പോവാ? വീണ്ടും നമ്മൾ ഞങ്ങളിപ്പോൾ കടമക്കുടി എത്തി. കുത്തിയ രസമുണ്ടോ? സൂര്യനൊക്കെ പോയി, സൂര്യൻ പോയി, പക്ഷെ 2 സ്റ്റാർസ് വന്നിട്ടുണ്ട്. 2 സ്റ്റാർസ്. ഒരു വ്യത്യാസമില്ലാത്തത് ഇവന് മാത്രം. പിന്നെ ഒരുപാട് കഥകൾ പറഞ്ഞിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിച്ചു. അവിടെ നിന്ന് തിരിച്ച് റൂമിലോട്ട് പോയി. ഇതായിരുന്നു എൻ്റെ വീഡിയോ. ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതൊക്കെ കമൻസിലൂടെ അറിയിക്കുക. ആൻഡ് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.